ഹായ് ഓൾ, നമുക്ക് സെപ്റ്റംബർ 26-ന് ഒരു എക്സാം വരുന്നുണ്ട് അല്ലേ? ഏതാ എക്സാം? ലൈൻമാൻ. നമ്മൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അത് ITI ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും BTech കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും ഇവൻ ഇനി MTech കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ലൈൻമാൻ എക്സാം എന്ന് പറയുന്നത്. അതും നമ്മളെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ്? PWDയിൽ. PWDയിലെ ലൈൻമാൻ തസ്തികയിലേക്ക് നടക്കുന്ന എക്സാം 436/2024 എന്ന കാറ്റഗറി നമ്പറിൽ 3 ജില്ലകളിലേക്കായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് PSC കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് തന്നെയാണ് PSC എന്ത് ചെയ്യുന്നത് ഈ തവണയും നമുക്ക് തന്നിട്ടുള്ളത്. ആ സിലബസ് നമുക്കൊന്ന് പറയാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സിലബസിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് 10 മോഡ്യൂൾ. നമുക്ക് സാധാരണ ഇലക്ട്രിക്കൽ എക്സാംസിനൊക്കെ നമ്മളൊരു സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വരുന്നത് അല്ലേ? 10 മോഡ്യൂൾ ഉണ്ടാവും. അതിന് ഓരോ മോഡ്യൂളിനും 10 മാർക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക സാധാരണ ഇലക്ട്രിക്കൽ എക്സാംസിന് വരുന്ന സിലബസ് എന്ന് പറയുന്നതെല്ലാം ഒരേപോലെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഇതിനകത്തും അത് മാറ്റമൊന്നുമില്ല. 10 മോഡ്യൂളാണ്, 10 മാർക്കിനാണ് ഓരോ മോഡ്യൂളും വന്നിട്ടുള്ളത്. സാധാരണ ഈക്വൽ വെയിറ്റേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മോഡ്യൂൾ മുതൽ 2, 3 അല്ലെങ്കിൽ 1ഉം 2ഉം മോഡ്യൂൾ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ മോഡ്യൂളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരിനകത്ത് ബേസിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഓംസ് ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും രണ്ടും എന്താണ്? നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ മോഡ്യൂളാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളും കൂടിയാണ്. അതുപോലെ തന്നെ വളരെ നല്ല ഹൈ സാലറി ആയിട്ടുള്ളൊരു ജോബ് പ്രൊഫൈൽ കൂടിയാണ് ഇതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതും കുറച്ച് ഈസി ആയിട്ട് എക്സാം എഴുതാം എന്നുള്ളത് കൊണ്ടും കട്ട് ഓഫും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു ലെവലിൽ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ഹൈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നല്ല രീതിയിൽ നമ്മളൊരു മെൻറ്റർഷിപ്പ് കോച്ചിങ്ങിലൂടെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് കൂടെ സിലബസ് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ പറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഫോമിലേക്ക് ഫില്ല് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ സിലബസ് നമുക്ക് ആദ്യം നോക്കാം അല്ലേ? മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് പറഞ്ഞു മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ബേസിക് ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ? ബേസിക് ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി മാത്രമാണ് നമുക്ക് വരുന്നത്. ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ഫസ്റ്റ് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലക്സ്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെയും പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ശരിക്കും നോർമലി പറയുകയാണെങ്കിൽ എല്ലാം ഒരേ കാര്യം തന്നെയാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. പഠിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന്, അതായത് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2യുടെ ഭാഗത്തുനിന്ന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കേണ്ട ഒരു ഇതും കൂടിയാണ് ഈ ഒരു മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഈ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. ഇനി മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ് പ്രധാനമായിട്ടും മാഗ്നറ്റിസം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. മാഗ്നറ്റിസിൻ്റെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ, മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിസം, അതേപോലെ തന്നെ നമ്മളെ ഫ്ലമിങ്സ് ലോ, നമ്മളെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലോസ് ഒക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ക്കകത്ത് വരുന്നത്. മൊഡ്യൂൾ 1 കഴിഞ്ഞ് മൊഡ്യൂൾ 2 കഴിഞ്ഞ് മൊഡ്യൂൾ 3-ക്കകത്ത് നമുക്ക് വരുന്നുണ്ടാവുക. മൊഡ്യൂൾ 3-ക്ക് നമുക്ക് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പിന്നെ നമുക്ക് എല്ലാ മൊഡ്യൂളും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്? എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് മൊഡ്യൂൾ 4-ലേക്ക് നമുക്ക് പോകാം. മൊഡ്യൂൾ 4-നകത്ത് എന്ത് ചെയ്യാണ്? അവിടെ നമ്മൾ AC കറൻറ്റും എർത്തിങ്ങുമാണ് വരുന്നത്. ആൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെയും എർത്തിങ്ങിൻ്റെയും പോർഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മൊഡ്യൂൾ 4 വരുന്നത് കേട്ടോ. AC ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ അതിനകത്ത് ആ പേര് പോലെ തന്നെയുള്ളൂ. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഉണ്ട്, എർത്തിങ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒരു പോർഷൻ നമ്മൾ പഠിക്കാനുണ്ട്. ആ ഒരു പേരിൽ നമുക്ക് പറയാത്തൊരു പോർഷനാണ് വയറിങ് കേട്ടോ. വയറിങ്ങിൻ്റെ ഒരു പോർഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കുറച്ചും കൂടി പ്രാക്ടിക്കലൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണത്. ആ ഒരു ഭാഗം വയറിങ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ 4 മോഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെയുള്ള അഞ്ചാമത്തെ മൊഡ്യൂൾ 5ഉം 6ാമത്തെ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മളെ
DC AC മോട്ടറുകളാണ് വരുന്നത്. 5ഉം 6ാമത്തെ മൊഡ്യൂളായിട്ട് DC AC മോട്ടർ. അപ്പോൾ DC മോട്ടർ DC ശരിക്കും പറഞ്ഞാൽ DC മെഷീൻസ് ആണ് വരുന്നത്. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് DC മോട്ടറിൻ്റെ പോർഷൻസ് നിന്നായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം DC മോട്ടർ മാത്രമല്ല, DC മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു 5ാമത്തെ മൊഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. 6ാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല. 6ാമത്തെ മൊഡ്യൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC മോട്ടോഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തന്നിട്ടുണ്ട്. AC മോട്ടോഴ്സ് സിംഗിൾ ഫേസും 3 ഫേസും. പക്ഷേ അവിടെ സിംഗിൾ ഫേസ് മോട്ടോഴ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് സാധാരണ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും വരാറുള്ളത്. കാരണം എല്ലാ സിംഗിൾ ഫേസ് മോട്ടോഴ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇരുന്ന് പഠിക്കേണ്ടി വരും. കാരണം എല്ലാ സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറിയേണ്ടി വരും. അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയെന്നല്ലെങ്കിൽ നമ്മൾ എല്ലാ മോട്ടറും എന്ത് ചെയ്യേണ്ടി വരും, ഓരോന്ന് ഇരുന്ന് നോക്കേണ്ടി വരും. അതല്ലാതെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഷോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിൻ്റെയും ബേസ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് നല്ലത്. അത് സിമ്പിളായിട്ടുള്ള ഒരു AC മോട്ടറിൻ്റെ മൊഡ്യൂളാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്ത് ചെറിയൊരു പോർഷനും കൂടിയുണ്ട്. AC മോട്ടർ പാനൽ വയറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ കേട്ടോ. AC മോട്ടർ പാനൽ വയറിംഗ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. AC മോട്ടർ പാനൽ വയറിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ആ പാനൽ വയറിങ്ങിനകത്ത് കുറച്ച് ആക്സറീസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സാധാരണ അത് ചോദിക്കാറുള്ളത്. ആ പാനൽ വയറിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള സാധാരണ വയറിംഗ്, കൺട്രോൾ വയറിങ്ങും അതേപോലെ തന്നെ സിഗ്നൽ വയറിംഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ടി വരുന്ന അതിനകത്തുള്ള ആക്സസറീസും കാര്യങ്ങളും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്ന് പ്രതീക്ഷിക്കാം. പിന്നെയുള്ളത് മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് മൊഡ്യൂൾ 7ഉം മൊഡ്യൂൾ 8ഉം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 4 ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, 2 മൊഡ്യൂളാക്കിയിട്ടൊക്കെയാണ്. കാരണം ഇവിടെ ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മൊഡ്യൂൾ 7നകത്ത് ഇൻസ്ട്രുമെൻസും ട്രാൻസ്ഫോമറും കൂടിയിട്ട്. അപ്പോൾ മിഷൻസിനകത്ത് നമുക്ക് ട്രാൻസ്ഫോമർ പഠിക്കേണ്ട ആവശ്യമില്ല. മിഷൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ മോട്ടോഴ്സ് മാത്രം പഠിച്ചാൽ മതി AC മിഷൻസിനകത്ത്. ഇവിടെ ട്രാൻസ്ഫോമർ ഇൻസ്ട്രുമെൻസും കൂടി നമുക്ക് മൊഡ്യൂൾ 7നകത്ത് പഠിക്കാം. 7th എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോമറും ഇൻസ്ട്രുമെൻസും കൂടി കൂടിയിട്ടൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷേ അത് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അല്ല സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരാറുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാൻസ്ഫോമർ കൂടുതലായിരിക്കും, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാണ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതലായിരിക്കും എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ നടന്ന എക്സാമുകളൊക്കെ. ഇതുവരെ നടന്ന എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുതൽ PSC ഇതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസും നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും എക്സാം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഇതിന് സെയിം സിലബസിൽ ഒന്നിൽ കൂടുതൽ എക്സാം നടന്ന വർഷങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്പിലൂടെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ് ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോപ്പിക്ക് മൊത്തമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയുള്ളത് കേട്ടോ ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കറക്റ്റ് പാറ്റേണിലല്ല വരുന്നുണ്ടാവുക. അതായത് നമുക്ക് കറക്റ്റായിട്ടൊരു വെയിറ്റേജ് അതിന് പറയാൻ വേണ്ടി പറ്റില്ല. അത് 5 മാർക്ക് ഇലുമിനേഷൻ 5 മാർക്ക് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയാൻ പറ്റില്ല. മുൻകാലങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇലുമിനേഷന് 3 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ മാത്രം ഇലുമിനേഷൻ വന്നിട്ട് ബാക്കി ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2025 ഓൾറെഡി ഒരു എക്സാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സിലബസ് വെച്ച് നടന്നു കഴിഞ്ഞു. നമ്മൾ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. ഈ ഒരു മാസം തന്നെ എന്ത് ചെയ്തു, ഓൾറെഡി ഒരു എക്സാം നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എന്താ ഉള്ളത്, ലാസ്റ്റ് 2 മോഡ്യൂൾ എന്ന് പറയുന്നത് ഞാനത് കമ്പൈൻ ചെയ്ത് പറയുകയാണ്. നമ്മളൊരു പവർ സിസ്റ്റം മോഡ്യൂളാണ് ലാസ്റ്റ് 2 മോഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാണ് പവർ സിസ്റ്റത്തിനകത്ത് ഒരു മോഡ്യൂളിനകത്ത് ജനറേഷനും ഒരു മോഡ്യൂളിനകത്ത് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗം കൂടിയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഒരു സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഫണ്ടമെൻ്റൽ, വളരെ ബേസിക് ആയിട്ട്, എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൽ A to Z കാര്യങ്ങൾ വരുന്ന ഒരു സിലബസ് ആണ് എന്ത് ചെയ്യുന്നത്
ഈ ഒരു ഇലക്ട്രീഷ്യൻ എക്സാമുകൾക്ക് അല്ലെങ്കിൽ ലൈൻമാൻ എക്സാമുകൾക്കായിട്ട് നമ്മളെ PSC തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനോട് ഒരു പോസ്റ്റിന് മാത്രമല്ല ഈ ഒരു എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ എക്സാമുകൾക്ക് ഒരു പോസ്റ്റിന് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാം നടക്കുന്നത് അല്ലേ. ഒന്നിൽ കൂടുതൽ കാറ്റഗറി നമ്പർ പോസ്റ്റുകൾക്ക് നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾക്കുണ്ട് 045/2024, 197/2024, 2024 437/2024, ഇതാണ് നമ്മളെ ലൈൻമാൻ പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലൈൻമാൻ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 3 ജില്ലകളിലേക്ക് വേണ്ടിയുള്ള ലൈൻമാൻ എക്സാമാണ്. ഓൾറെഡി നമുക്കിപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നമുക്കത് ഈ എക്സാം സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു നെക്സ്റ്റ് ഇയറിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെക്സ്റ്റ് ഒരു ലൈൻമാൻ എക്സാം കൂടി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് എന്ത് ചെയ്യാം, ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു എക്സാമിനും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും തോന്നുന്നു ആ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ 594/24 എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ബാക്കി 746/24 എന്ന് പറയുന്ന അത്രയും പോസ്റ്റ്, ഇത്രയും കാറ്റഗറി നമ്പറിലേക്കാണ് നമുക്ക് എക്സാം നടക്കുന്നത്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ വേക്കൻസി കാര്യങ്ങൾ വരുന്നത് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്തായിരിക്കും, ലൈൻമാൻ കാറ്റഗറിയിലേക്കായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ബാക്കി എല്ലാ കാറ്റഗറിയും നമുക്ക് എന്ത് ചെയ്യാണ്, നല്ല ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിലബസ്. ഈ സിലബസിനകത്ത് നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു സെഷൻ പ്ലാൻ വെച്ച് നമുക്ക് പഠിക്കണം. കാരണം നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളെന്ന് നമ്മൾ പറയുന്നത് അല്ലേ. നമുക്കറിയാം സെപ്റ്റംബർ 26-നാണ് നമ്മൾ എക്സാം നടക്കുന്നത് അല്ലേ. സെപ്റ്റംബർ 26. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 2 months കൊണ്ട് എന്ത് ചെയ്യണം, ഇത്രയും സിലബസ് നമ്മൾ കവർ ചെയ്തിട്ട് ആ സിലബസിനകത്ത് എന്ത് ചെയ്യണം, എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു സെക്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. കറക്റ്റായിട്ടൊരു ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ കാണണം. കറക്റ്റായിട്ട് മൊഡ്യൂൾ അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ പോയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് മൊഡ്യൂൾ അനുസരിച്ച് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു നമ്മളെ എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ ഉള്ള ക്ലാസ്സുകൾ, കാരണം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ എക്സാംസിനൊക്കെ നമുക്ക് ആ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ട് ഈ ഒരു കട്ട് ഓഫ് സെപ്റ്റംബർ 26 ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, റിവിഷൻ അടക്കം ചെയ്യുന്ന രീതിയിലൊരു ക്ലാസ് ഡിസൈനിങ് പാറ്റേൺസുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിനെ ജോയിൻ ചെയ്യാവുന്നതും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനനുസരിച്ചിട്ട് ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൻ്റെ ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ ഡൗട്ട് മുഴുവൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് തരുന്നത്, ഈ ഒരു ലൈൻമാൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ ഒരു ലൈൻമാൻ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയണം. ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചെന്ത് ചെയ്യാം, എത്താൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മളെ ക്ലാസ്സുകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.